ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല മഴയുള്ള ഒരു അവധി ദിവസം എന്ന് പറയാം കേട്ടോ. പിന്നെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറക്കരുത് കേട്ടോ. കമൻറ്റൊക്കെ വായിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ ദിവസം ആദ്യത്തെയും ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം അത് കാരണം രാവിലെ തന്നെ ചേട്ടൻ ബീഫാണെങ്കിൽ അവൻ മുളക് ഇട്ട് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും കഴിക്കില്ല. ഒരു 2-3 കഷ്ണമൊക്കെ കഴിക്കുള്ളൂ. അപ്പം മുളക് ഇടാണ്ട് നമ്മൾ എന്താ പറയുക, ഇഞ്ചി പച്ചമുളക് എല്ലാം അത് ഇട്ടിട്ട് വെറുതെ വേവിക്കില്ല, സൂപ്പ് പോലെ. അപ്പോഴാണെങ്കിൽ അവൻ കഴിക്കും കേട്ടോ. അപ്പം അത് കാരണം കൊണ്ട് ഞാനത് വേഗം തന്നെ പോയി വാങ്ങിക്കാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ കയ്പക്കായ ഒരുമിച്ച് 3-4 തൈയുള്ളത് അധികം നീളം വയ്ക്കില്ല. ഒരു തൈ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു, അത് വേഗം നീളം വെച്ച് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ പയറിൻ്റെ ഒരു കട മറിഞ്ഞ് കിടക്കുന്നുണ്ട്, അത് കുത്തി നിർത്തി റെഡിയാക്കണം. തക്കാളിക്ക് ഇത്തിരി വിഷമമാണ്. മഴ പെയ്തപ്പോൾ പച്ചക്കറികൾക്കൊക്കെ ഇത്തിരി സങ്കടത്തിലുള്ള പോലെയാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ ബീഫൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. ഞാൻ ചോറ് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദോശയാണ് ഉണ്ടാക്കണത്. പിന്നെ അതിലേക്ക് കറി തക്കാളി ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ ചട്നി അരയ്ക്കാനൊന്നും നിൽക്കണില്ല. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ചേട്ടൻ ബീഫ് കഴുകി തരുന്നുണ്ട്. അപ്പം ഞാനിതിലേക്ക് വേണ്ട മസാലകൾ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇത്രയ്ക്കൊക്കെ ഇടുള്ളൂ കേട്ടോ. വേണമെങ്കിൽ നമുക്ക് മസാലയൊക്കെ ഇടാം, കുരുമുളക് പൊടിയൊക്കെ ഇടാം. മസാല ഇടില്ല. എന്നുവെച്ചാൽ മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തിന് അത്ര ഇഷ്ടപ്പെടില്ല, അത് കാരണം മസാല ഇടില്ല. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വേണമെങ്കിൽ ഒരു സവോള തക്കാളി അങ്ങനെയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പച്ചമുളക് നല്ലോണം അരിഞ്ഞിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഒരു സൂപ്പിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് കുറച്ച് കഴിച്ച് എനിക്കും അത് ഇഷ്ടമാണ്. അതിൻ്റെ കാരണം എൻ്റെ അച്ഛന് പണ്ട് തട്ടുകട ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വേവിച്ച് വെക്കുമ്പോൾ അതിലത്തെ ആ ചാറും ഒരു 2-3 കഷ്ണം കൂടി എടുത്ത് ഉച്ചയ്ക്ക് ചോറുണ്ണാനൊക്കെ എടുക്കും കേട്ടോ. തട്ടുകട വൈകുന്നേരമല്ലേ ഉണ്ടാവുള്ളൂ, ഉച്ചയ്ക്ക് തുടങ്ങി അച്ഛൻ പണി തുടങ്ങും. അപ്പോൾ നമ്മളങ്ങനെ കഴിച്ച് ആ ഒരു ശീലമാണെന്ന് തോന്നുന്നു. എനിക്കതിഷ്ടമാണ്. അത് മാമൻ്റെ കൂടെ പോയി നിന്നപ്പോൾ ശ്രീകുട്ടനും ആയത്തിനും അമ്മാമ്മ അങ്ങനെ പഠിപ്പിച്ചിട്ട് അവർക്കും അതങ്ങനെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ അമ്മാമ്മ പഠിപ്പിച്ചവർക്ക് നല്ല ഇഷ്ടമാണ്. അവർ നന്നായിട്ട് പോയിട്ട് നിന്നിട്ടുണ്ട് മാമൻ്റെ കൂടെ, അമ്മാമ്മയുള്ളപ്പോൾ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇത് അടുപ്പത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചായ കുടിച്ചു. ചേട്ടനും ചായ കൊണ്ടുകൊടുത്തു. ആദ്യത്തെ എഴുന്നേറ്റിട്ടില്ല. അപ്പം ഞാൻ വാതിൽ തട്ടി ഒന്ന് എഴുന്നേൽക്കാൻ പറയുകയാണ് കേട്ടോ. ചേട്ടൻ അവിടെ മഴയൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കുകയാണ്. നല്ല മഴയാണ് കേട്ടോ ഇപ്പോഴും. ശരിക്കും എന്താ പറയുക, ഓടുമെന്ന് വെള്ളം വീണ് കാണിക്കുമ്പോഴാണ് നമുക്ക് നല്ല മഴ പെയ്യുന്ന ഫീല് കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് അങ്ങനെ കാണിക്കാനായിട്ട് സ്ഥലമില്ലല്ലോ. ഞാൻ തക്കാളി ചമ്മന്തി വഴറ്റി വെച്ചായിരുന്നത് വേഗം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ച് എടുക്കുകയാണ്. പിന്നെ മീൻകറി തലേദിവസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മീൻകറി തീരെ ചിലവായില്ല. ബീഫ് ഉണ്ടാകുമ്പോൾ പിന്നെ മീൻകറിക്ക് വലിയ നോട്ടമൊന്നുമില്ല. ബീഫൊക്കെ വിസിലടിച്ചപ്പോൾ ഞാൻ അപ്പുറത്തടുപ്പത്ത് വെച്ചു വേഗം ദോശ ഉണ്ടാക്കി തുടങ്ങുകയാണ്. എന്താ വെച്ചാൽ ഇവർക്ക് ചൂടോടെ അടുപ്പത്തുനിന്ന് എടുത്ത് അങ്ങനെ ഇഷ്ടം. അപ്പം ഞാൻ കറിയൊക്കെ റെഡിയാക്കി എല്ലാം ശരിയാക്കിയിട്ടാണ് ദോശ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അതൊക്കെ പല പ്രാവശ്യം ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദോശ ഉണ്ടാക്കി നേരം വെളുക്കുമ്പോൾ തന്നെ നല്ല ദോശയും വെള്ള ചട്നിയാണ് എനിക്കിഷ്ടം. കൂടുതലിഷ്ടം ഇഡ്ഡലിയാണ് കേട്ടോ. പിന്നെ ദോശയാണെങ്കിൽ സാമ്പാറും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അല്ലെങ്കിൽ വെള്ള ചട്നിയും തക്കാളി ചമ്മന്തി കേട്ടോ. അടിപൊളി കോമ്പിനേഷനാണ്. ഞാൻ അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെയാണ് അത് വെച്ച് വയ്ക്കുക. അപ്പം അങ്ങനത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. പിന്നെ ഞാനൊരു ഇത്തിരി ബീഫ് വേവിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെല്ലാവരും എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. എല്ലാവരും അടുക്കളയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ദോശ ഉണ്ടാക്കുക അല്ലെങ്കിൽ പാചകം ചെയ്യുമ്പോൾ അവർ മേശപ്പുറത്തല്ല ഇരുന്ന് കഴിക്കുക, അവിടെ തന്നെ ഇരുന്ന് കഴിക്കുക ചെയ്യുക. അപ്പോഴല്ല ഒരുമിച്ച് വർത്താനം പറഞ്ഞിരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മേശേര അവിടേക്ക് പോവാണ്ട് അവിടെ തന്നെ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ആയത്തിന് ചോറ് പകർത്തലും ദോശ ഉണ്ടാക്കലും അതിനിടയ്ക്ക് കുറേശ്ശെ ബീഫ് കഴിക്കലും. ദോശ ഞാൻ അപ്പോൾ കഴിക്കാനായിട്ട് നിന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ദോശ കഴിക്കാൻ നിന്നാൽ ബുദ്ധിമുട്ടാണ്. ബീഫൊക്കെ ഓരോ കഷ്ണമൊക്കെ വായിൽ വെച്ച് ഇരുന്ന് കഴിക്കാനും അങ്ങനെയൊക്കെ പറ്റും. പക്ഷേ ദോശ എടുത്ത് കഴിക്കാൻ എനിക്ക് പണി കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിക്കാൻ തന്നെയാണ് ഇഷ്ടമുള്ളത് കേട്ടോ. ആദ്യത്തിന് ഇന്ന് മീൻകറിയും ചെമ്മീൻ പൊടിയാണ് ആക്കി കൊടുത്തത്. ബീഫ് കറി ആയിട്ടില്ലല്ലോ, നമ്മൾ സൂപ്പ് പോലെ വേവിച്ചിട്ടല്ലോ ഉള്ളൂ. പിന്നെ അപ്പോഴേക്കും ആദ്യത്തിന് നേരം വൈകി കേട്ടോ. ബസ് ഒരു 2 സ്റ്റോപ്പും കൂടി ചേട്ടൻ ഓടിച്ച് കൊണ്ടുപോയിട്ടാണ് ബസ് കിട്ടിയത്. അങ്ങനെ ആയത്തിനെ കൊണ്ടാക്കി. ആയത്തിന് പിന്നെ ചൊവ്വാഴ്ചയാണ് കേട്ടോ ലീവ് എടുത്തത്. അവിടെ ലീവ് എടുക്കണോണ്ടൊന്നും പ്രശ്നം ഇല്ല. ശ്രീകുട്ടൻ ശ്രീകുട്ടൻ എന്ത് ജോലിക്ക് ഇപ്പം എന്തിനാ പോണത്, PG ചെയ്യാനായിട്ട് പോണ കേട്ടോ. അപ്പോൾ
ശ്രീകുട്ടൻ പറമ്പിനോട് ഭയങ്കര പ്രകൃതി സ്നേഹം മൂത്ത് ഇറങ്ങിയൊക്കെ കേട്ടോ. പാട്ടൊക്കെ വച്ചുങ്ങാട്ട് അവിടെ കസാരയിട്ടിരുന്ന് പഠിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഇവിടെ പുലിന് മരുന്നടിച്ചോടത്തൊക്കെ ഒന്ന് ഉണങ്ങിക്കെടുപ്പുണ്ട്. ഇവിടെ ഞാൻ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ആ കോവയ്ക്കര തണ്ടും പിന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഉണ്ടല്ലോ. കഞ്ഞുണ്ണി ഇത് മൂത്തൊരു പരുവായി, വെളിച്ചെണ്ണ കാച്ചൽ ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ ഇതാ മുളക് അത്യാവശ്യം റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാലും അതിൻ്റെ കടയൊക്കെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക. തിരിച്ച മണ്ണൊക്കെ ഇട്ടിട്ട് ചേട്ടൻ ഇനി അത് മറിഞ്ഞ് കിടക്കണ്ട. ഒരു കൈ മറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല അടിപൊളി മഴ പെയ്തു കേട്ടോ. കുറേ നാൾക്ക് ശേഷം ബാൽക്കളിയിൽ നിന്ന് മഴ ആസ്വദിച്ച ഒരു ദിവസമായിരുന്നു. കുറേ കാലങ്ങളായി ഞങ്ങളങ്ങനെ ഒന്ന് റെസ്റ്റ് എടുത്ത് എന്താ പറയുക ഇരുന്നിട്ട് അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ബീഫൊക്കെ വെന്തു. ഉച്ചക്കലേക്ക് കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഒരു ദിവസം ഉച്ച വരെയൊക്കെ ഇങ്ങനെ മടി പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ഇരിക്കില്ല എന്ന് വെച്ചാൽ ആദ്യം പോണ കാരണം രാവിലെ തന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ബീഫ് വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബീഫിന് ഒരു മസാല ഉണ്ടാക്കി. കുരുമുളക്, കുറച്ച് ഏലക്ക, പെരിഞ്ജീരകം, ജീരകം, കറുകപ്പട്ട, ബേലീഫ് വേണമെങ്കിൽ ഇടാം, കുറച്ച് വറ്റൽമുളക്, ഇത്രയും മാത്രമേ ഇട്ടുള്ളൂ. പക്ഷേ ഈ മസാല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഗരം മസാല ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ പൊടിച്ചതാണ്. ഇത് പൊടിച്ചെടുത്തു. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് മൂപ്പിച്ചു. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും മസാലകൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു. കറിവേപ്പില നന്നായിട്ട് ഇടുക. മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചാണ് ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് തിളപ്പിക്കുക കേട്ടോ. പിന്നെ അവസാനം ഞാനൊരു ടീസ്പൂണ് ഈ മസാല ഇട്ട് കൊടുത്തു. മസാല നമ്മുടെ ഇഷ്ടത്തിന്, നമുക്ക് എത്ര മസാല വേണോ അതിനനുസരിച്ച് കേട്ടോ. ഈ പൊടിച്ച് വെച്ചതിന് ഒരു ടീസ്പൂണ് മാത്രമാണ് ഞാൻ ഇട്ടത്. 1.25 കിലോ ബീഫ് അങ്ങനെ ഉണ്ടായിരുന്നു. 1/4 കിലോ കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങനെ ഒരു ടീസ്പൂൺ തന്നെ ഇട്ടുള്ളൂ. മസാല ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇത് അവിടെ കിടന്ന് തിളച്ച് ഒന്ന് കുറുതാവട്ടെ എന്ന് വിചാരിച്ച്. എനിക്ക് റോസ്റ്റ് ഉണ്ടാക്കാനായിരുന്നു ഇഷ്ടം. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് അടുപ്പത്ത് ഇട്ടത് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ നിറയെ പൊടി, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എല്ലാതും നീക്കിയിട്ടൊന്ന് തുടച്ചില്ലെങ്കിൽ. അപ്പം നോക്കിയപ്പോൾ അവിടെ മാറാല ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക, മാറാല ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല, ആ ഒരു പരുവത്തിലായി. അപ്പം ഞാൻ വേഗം അത് കൊണ്ടു തുടച്ചു. അതാകുമ്പോൾ ഇങ്ങനെ മാറാല അപ്പുറത്തേക്കും ഇങ്ങനെ പറക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് തുടച്ചു. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു കേട്ടോ. ഈച്ച വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ 1-2 ഈച്ചയൊക്കെ ഉള്ളൂ. അതിൻ്റെ കാരണം നമ്മളിപ്പോൾ അവിടെ പകലില്ല, പിന്നെ വാതിൽ ഫുൾ ടൈം അടച്ചിടാണ്. പിന്നെ രാത്രി പിന്നെ അങ്ങനെ ഈച്ച വരാറ് പതിവില്ല കേട്ടോ. ഈ ഒരു പരുവായപ്പോഴേക്കും ശ്രീകുട്ടൻ പറഞ്ഞു ഇനി വറ്റിക്കണ്ട, എന്നും അമ്മ ഹോസ്റ്റലിൽ ഉണ്ടാക്കാറ്, ഇന്നിപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ചാറോടുകൂടി മതി എന്ന് പറഞ്ഞു. പിന്നെ അവന് ചോറ് വേണ്ട, ദോശ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കി. ദോശമാവ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 3 നേരം ദോശ തന്നെയാണ് കേട്ടോ. ഞാനൊരു 2-3 ദിവസത്തേക്കൊക്കെ ദോശമാവ് ആട്ടി വയ്ക്കും. പക്ഷെ അത് 2 ദിവസം തന്നെ വേണ്ട, അതിൽ മുന്നേ കഴിയും കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ പൂച്ചക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ വരുള്ളൂ കേട്ടോ. വിരുന്ന് വരണ മാതിരിയാണ് ഈ വരവ്. ചിലപ്പോൾ അവൾക്ക് നല്ല ഫുഡൊക്കെ എവിടെയെങ്കിലും കിട്ടുമ്പോഴാണ് തോന്നുന്നുണ്ട് ഇങ്ങോട്ട് വരാത്തത്. അങ്ങനെ ബീഫ് ചാറും ദോശയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ ഇതുവരെയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ശ്രീകുട്ടൻ ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ചേട്ടൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട് തട്ടുകടയിൽ നിന്നൊക്കെ. അപ്പം ഞാനും ശ്രീകുട്ടൻ അവിടെ ഇരുന്ന് കഴിച്ചു. ചേട്ടൻ മുറ്റത്തൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ചേട്ടൻ അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങാണ്. ചെടിച്ചട്ടി കുറച്ചും കൂടി വാങ്ങിക്കണം വെച്ചാൽ കുറേ ചെടി ഇറയത്തിരിപ്പുണ്ട്. അത് ഒന്നൊക്കെ മാറ്റി നടണം. ഇറയത്ത് എനിക്കങ്ങനെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുട്പാത്ത്, തൃശ്ശൂർ ഫുട്പാത്തിൽ ഒല്ലൂരിൽ നിന്ന് വാങ്ങിച്ച അതേ ചെടിച്ചട്ടിൻ്റെ വിലയിൽ കിട്ടി. വില കുറവിൽ കിട്ടി. കമ്പനിയിൽ നിന്ന് പോയി വാങ്ങിക്കണം അതേ വിലയ്ക്ക് തന്നെ ഇവിടുന്ന് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒല്ലൂർക്ക് തപ്പി പിടിച്ച് പോകണ്ടല്ലോ, ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് ചോദിച്ചു. എല്ലാവരും ഓടി പിടിച്ച് അത് വാങ്ങിക്കും ഇത് വാങ്ങിക്കും പറഞ്ഞ് ഓടി വരികയാണ് കേട്ടോ. തോന്നുന്നു മറ്റേ നേരെ നമ്മൾ നടന്നു പോണ സൈഡിൽ ഫുട്പാത്ത് ഉണ്ടായിരുന്ന സമയത്തുള്ള കച്ചവടം ഇവർക്ക് ഇപ്പോൾ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഇങ്ങടായിട്ട് വന്നാൽ മാത്രമല്ലേ കച്ചവടം നടക്കുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർ നടന്നു പോകുമ്പോഴൊക്കെ വാങ്ങിക്കും. ഫ്രൂട്ട്സിൻ്റെ കോട്ട അത് ഇതൊക്കെ ഇങ്ങനെ വാങ്ങിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ബഡ്ജറ്റിൽ ഉൾപ്പെട്ട സാധനങ്ങൾ മാത്രമാണ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 10 രൂപ 20 ചട്ടി വാങ്ങിച്ചിട്ട് പോകുന്നു. 20 ചട്ടി നല്ല വലുപ്പമുണ്ട്. ഓരോന്ന് എടുത്ത് കാണിച്ചിട്ടില്ല. പിന്നെ അവിടെ പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അറ്റത്ത്. നല്ല രസമുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുത്തി അവർക്ക് ഇഷ്ടപ്പെടും. അറ്റത്ത് ചായക്കടയുണ്ട്, പക്ഷെ അതെനിക്ക് അത്ര ഒരു വൃത്തി അങ്ങോട്ട് തോന്നിയില്ല കേട്ടോ. ചായക്കട എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവിടെയൊക്കെ നടന്ന് നോക്കി പോന്നു. ചെറിയൊരു എക്സിബിഷൻ പോലൊക്കെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗം.
വില കുറവുണ്ടാവും ചോദിച്ചാൽ ഞാനിതൊന്നും റേറ്റ് ചോദിച്ചില്ല കേട്ടോ. എന്താ വെച്ചാൽ വാങ്ങിക്കാൻ ഉദ്ദേശമില്ലാത്ത കാരണം കൊണ്ട് ചേട്ടൻ തപ്പി പിടിച്ചൊരു പേഴ്സ് വാങ്ങിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ആൾ നടക്കണത്. അവസാനം വാങ്ങിച്ചു. പിന്നെ അവിടെ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ, ഏതെടുത്താലും 10 രൂപ. അവിടെയാണ് ശരിക്കും പറഞ്ഞ തിരക്കുണ്ടായിരുന്നത്. ഇവിടെ തിരക്ക് അവിടെയാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ കുറേശ്ശെ ആൾക്കാർ, 1-2 ആൾക്കാർ, അതും കച്ചവടമൊന്നും കാര്യമായിട്ട് നടക്കണമെന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടേക്ക് ഇനി പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് പോകണം തോന്നി. അന്ന് ഭയങ്കര തിരക്ക്, ഈ സ്കൂൾ തുറക്കണ കാരണമെന്ന് തോന്നുന്നു. പിന്നെ കുറേ ചെടികൾ അവിടെ വിൽക്കാനായിട്ട് വച്ചിട്ടുണ്ട്. അധികം റേറ്റ് ഒന്നുമില്ല, പക്ഷേ ചേട്ടൻ വാങ്ങിക്കാനായിട്ട് സമ്മതിച്ചില്ല കേട്ടോ. എന്താ വെച്ചാൽ അത് വേഗം പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ സമ്മതിച്ചില്ല. പിന്നെ പോരുന്ന വഴിക്ക് ചേട്ടൻ പറഞ്ഞു ചായ കുടിക്കാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചായ കുടിക്കണ്ട, ഇനി വെറുതെ കാശ് ചിലവാക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഏകദേശം ഒരു പിണക്കത്തിൻ്റെ അവിടേക്ക് ആയിണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും സാധാരണ അങ്ങനെ തമിഴന്മാരുടെ കയ്യിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കണത് ചേട്ടന് അത്ര ഇഷ്ടമില്ല. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇവിടെ എത്തിയപ്പോൾ നിർത്തിയിട്ട് പറഞ്ഞു വേണമെങ്കിൽ പച്ചക്കറി വാങ്ങിച്ചോ, ഏതെടുത്താലും 10 രൂപയുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമുക്ക് പച്ചക്കറി എന്ന് വെച്ചാൽ വില കുറഞ്ഞത് കിട്ടുകയെന്ന് വെച്ചാൽ ഇത്ര സന്തോഷം വേറെ വല്ലതും ഉണ്ടാ. അപ്പോൾ ഒരു കഷ്ണം മത്തങ്ങയും കുമ്പളങ്ങയും അത് 20 രൂപ എന്ന് പറഞ്ഞു കേട്ടോ, രണ്ടിനും 10 രൂപ. അപ്പം ഞാൻ മത്തങ്ങ കുറച്ച് മുറിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ എനിക്ക് മത്തങ്ങ കുമ്പളങ്ങ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉപ്പേരിക്കാണ് എനിക്ക് വേണ്ടത് സാധനങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട. പിന്നെ കാബേജ് എടുത്തു. പിന്നെ ചേട്ടൻ നോക്കി എടുക്കാൻ നല്ല വശാട്ടോ. എനിക്ക് അത്ര അങ്ങോട്ട് ഒരു നല്ലത് നോക്കിയെടുക്കാൻ പച്ചക്കറി ആയാലും അങ്ങനെ കടയിലേക്ക് പോയി ശീലമില്ലാത്തതുകൊണ്ടാവും. കാബേജ് എടുത്തു, ക്യാരറ്റ് എടുത്തു, പിന്നെ എന്താ അടുത്ത തക്കാളി എടുത്തു, പിന്നെ സവോള 20 രൂപയായിരുന്നു കേട്ടോ. പിന്നെ ഇഞ്ചിയും പച്ചമുളകും അതെടുത്തു. പിന്നെയും എന്താണ്ടൊക്കെ എടുത്തു കേട്ടോ. 3-4 തരം ഉപ്പേരിക്കൊക്കെ എടുത്തു. അങ്ങനെ കവറിലാക്കി പോന്നു. ഞാൻ ഹാപ്പി ചെടിച്ചട്ടിയും പച്ചക്കറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഏരിയ ആണല്ലോ അത്. അപ്പം അങ്ങനെ വീണ്ടും അയാൾ കുറേശ്ശെ ഇട്ടുന്നു. തക്കാളി ചേട്ടന് വാങ്ങിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു 10 രൂപയല്ലേ, 4 തക്കാളിയല്ലേ, അത് വലിയ ലാഭമാണ്. അപ്പോൾ അത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. ഇപ്പോൾ തക്കാളിക്ക് എത്ര വിലയുണ്ടെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല കേട്ടോ. കഴിഞ്ഞു എന്ന് പറയും, ചേട്ടൻ അത് വാങ്ങിച്ചുകൊണ്ടിരും, അത്രയേ ഉള്ളൂ. ഞാനങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കും. എന്നുവെച്ചാൽ ചിലപ്പോൾ ഞാൻ വരുന്ന നേരത്ത് വൈകുന്നേരം എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം, ആ സാധനം ഇല്ലെങ്കിൽ മാത്രമാണ് ഞാൻ വാങ്ങിക്കാറുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് ചേട്ടൻ അത് കുറ്റവും പറയും. അപ്പോൾ ഞാനത് പരമാവധി അങ്ങനെ ഒന്നും വാങ്ങിക്കാൻ നിൽക്കില്ല. എന്നാലും മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടിരും. ഞാൻ പോരുമ്പോഴാണ് മീൻകാരൻ ഉണ്ടാവുള്ളൂ. ചേട്ടൻ വരുമ്പോഴേക്കും മീൻകാരനൊക്കെ അടച്ചുപൂട്ടി കുടുംബത്ത് പോയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ പച്ചക്കറിയൊക്കെ എടുത്ത് ഞങ്ങൾ വേഗം വണ്ടിയുമ്പോൾ കയറി. മഴ പെയ്യണോ പെയ്യണ്ടേന്ന് ആലോചിച്ചിട്ട് ഒരു അവസ്ഥയായിരുന്നു. കുറച്ചിട പോവും, കുറച്ച് നേരം നിൽക്കും, അങ്ങനെ ആണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ കുറേ വഴി എത്തിയപ്പോൾ എനിക്ക് തോന്നി ചേട്ടൻ ചായ കുടിക്കാണ്ട് ഒരു പിണക്കത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തലവേദന എടുക്കുമ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആൾക്ക് സന്തോഷമായി. അങ്ങനെ നല്ലൊരു ചായക്കട കേട്ടോ. എളന്തുരുത്തി എന്നാണ് ആ ഭാഗത്തിന് പറയുക. കുട്ടനിലൊരു ബൈപ്പാസ് കഴിഞ്ഞിട്ട് ഒരു ചായക്കടയുണ്ട്. ചായക്കട എന്നൊന്നും പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാ പലഹാരങ്ങളും ഉണ്ട്. ഓവനിൽ വെക്കണതും ഇതേപോലത്തെ എണ്ണ പലഹാരങ്ങളും ചായയും പിന്നെ വൈകുന്നേരം ഗ്രിൽഡ് ചിക്കനും ഒക്കെ അടിപൊളി ഒരു കട കേട്ടോ. ആ ഓവർ വിലയിൽ ഈ കടികൾക്കൊക്കെ 10 രൂപയുള്ള. ഞാൻ കൊഴുക്കട്ടയെ കഴിച്ചത്, ചേട്ടൻ പരിപ്പോടെയാണ് കഴിച്ചത് കേട്ടോ. പിന്നെ തിരിച്ചു പോന്നു. ഈ വീട് എങ്ങനെയുണ്ട്? പക്ഷേ ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവിടുത്തെ ചേച്ചി മരിച്ചു പോയി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ രണ്ടാമത് കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കാം. ആൾക്കാരെയൊന്നും ഞാൻ അറിയില്ല കേട്ടോ. ബസ്സിലിരിക്കുമ്പോൾ ഓരോരുത്തർ പറയുന്ന കഥകളാണതൊക്കെ. അങ്ങനെ വീണ്ടും മഴ പെയ്തു. ആ മഴ എത്രയിലകത്ത് വീടെത്തി. അങ്ങനെ ചെടികളൊക്കെ നിരത്തി ഞാൻ നടാൻ. പിന്നെ കുറച്ച് പച്ചക്കറി വിത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് പാവാഞ്ചിട്ടാണ് അതൊക്കെ കൊണ്ടുവച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. ഇതിനിടയ്ക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ഇതിന്ന് വൃത്തിയാക്കണമെന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അത് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തണമെന്ന് എനിക്കൊരു വാശിയാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഇതിന്ന് നടത്തി. ഇത് കുറേ നമ്മുടെ മണി പ്ലാന്റുകളുണ്ടല്ലോ, അതൊക്കെ ഹാങ്ങിങ് പോട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഹാങ്ങിങ് പോട്ടിൽ മണി പ്ലാന്റ് നല്ലതല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ. നമ്മുടെ എപ്പീഷ്യാന്ന് അങ്ങനെ ഒരു പറഞ്ഞ ചെടി ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ചെടി ഹാങ്ങിങ് പോട്ടിൽ ഇട്ടാലാണ് ഭംഗി. അപ്പോൾ അത് ഹാങ്ങിങ് പോട്ടിലേക്ക് ആക്കണം. ഇനി ഹാങ്ങിങ് പോട്ട് വാങ്ങിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് ഇങ്ങോട്ടും മാറ്റുകയാണ്. ആദ്യം ഞാൻ മണ്ണോടുകൂടി അങ്ങനെ ചട്ടിയിലേക്ക് ഇറക്കാൻ നോക്കി. പക്ഷേ അതിൽ ചെടികളൊക്കെ ആകെ അങ്ങോട്ട് കുഴഞ്ഞു മറിഞ്ഞു പോയി. പിന്നെ എനിക്ക് തോന്നി അത് ഓരോ പീസ് പറിച്ചിങ്ങോട്ട് നടന്നത് തന്നെയാണ് നല്ലതെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ നട്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല. പിന്നെ മണി പ്ലാന്റ് അല്ലേ, പെട്ടെന്നൊന്നും കേടായി പോകുന്നില്ല. പറിച്ച് നട്ടാലൊന്നും അതങ്ങനെ കേടാവൊന്നുമില്ല. നല്ല ഉഷാറായിട്ട് തന്നെ നിന്നോളും. ഇത് നമ്മുടെ സാധാരണ മണി പ്ലാന്റാണ്. പക്ഷേ അത് നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് നിൽക്കുന്ന തണ്ടൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞു. ഈ ഒരു കട്ടറുണ്ടല്ലോ,
എനിക്ക് മുന്നേ അതിലുള്ളതായിരുന്നു തോന്നുന്നു. പക്ഷേ ഇത് കാണാണ്ടിരിക്കുമായിരുന്നു. ഇന്ന് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളൊരു സാധനം കാണാണ്ട് പോയി കഴിഞ്ഞാൽ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ അതിൻ്റെ കേടുള്ള ഇലകളും പുറത്തേക്ക് നിൽക്കുന്ന തണ്ടുകളൊക്കെ മുറിച്ച് വെച്ചു. പിന്നെ ഞാൻ വേറൊരു ചെടിച്ചട്ടിലേക്ക് അത് അങ്ങനെ തന്നെ മാറ്റി കേട്ടോ, പറയ്ക്കാണ്ട് തന്നെ മാറ്റാൻ പറ്റി. പിന്നെ ഇതൊക്കെ നനയ്ക്കണതെന്ന് പറഞ്ഞുകൂടാ, അതൊക്കെ കഴുകണമെന്ന് പറയുന്നതാവും കുറച്ചും കൂടി ശരി. 5-8 തരം മണി പ്ലാന്റുകളുണ്ട്, അതൊക്കെ മാറ്റി നമ്മുടെ മുളകിൻ്റെ അപ്പുറത്തുണ്ടല്ലോ അവിടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓരോന്നിനും ഓരോ സ്ഥലം കണ്ടുപിടിച്ച് പിന്നെ ഇത് പോത്തോസ് മണി പ്ലാന്റ് തന്നെ, പോത്തോസ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു ചട്ടിയിലും കൂടി ഉണ്ടാക്കുക. ഈ ചട്ടിയിൽ അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെയാണല്ലോ നമ്മൾ ചെടികൾ കൂടുതലായിട്ട് ഉണ്ടാക്കുക. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് എനിക്ക് കോണി മേക്ക് ഓവർ ചെയ്തിട്ട് അതുമ്പോൾ നിറയെ വയ്ക്കണം എന്നൊരാഗ്രഹമുണ്ട്, നടക്കുമെന്ന് അറിയില്ല. പിന്നെ ഇതൊക്കെ റെഡിയാക്കി ഈ ഒരു ചെടി കണ്ട, ഈ ഒരു ചെടിയായിട്ടിരിക്കുന്നത് അതാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുഞ്ഞ് ചട്ടിയിലാണ്. ഇതൊക്കെ വെള്ളം പുറത്തേക്ക് പോകാത്ത ഇന്നർ പോട്ടിലാണ് ഇരിക്കണത്. അപ്പോൾ അതൊക്കെ ഈ ചട്ടിയിലേക്ക് മാറ്റി ഞാനത് നട്ടു കേട്ടോ. പിന്നെ ഈ ഒരു ചെടി, ഇതിൻ്റെ പേര് എന്താ പറയുക, മേരിഗോൾഡാ എന്തോ ഒരു പേര് കേട്ടോ. പേര് ഞാൻ മറന്നുപോയി. ആ ഒരു പേരാണ് ഇതിന്. പക്ഷേ നല്ല സുന്ദരിയല്ലേ കാണാനായിട്ട്. അതിനെ മാറ്റി ചട്ടിയിലേക്ക് നട്ടു. പിന്നെ ഈ ചെടികളൊക്കെ കേടായ ഇലകളൊക്കെ മുറിച്ച് കളഞ്ഞു. ഇത് ഞങ്ങൾ പോരുന്ന വഴിക്ക് പറമ്പിൽ കണ്ടിട്ട് പറിച്ചിട്ട് പോകുന്നതാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതുപോലെ ഇതും കാണുമ്പോൾ നമുക്ക് കാട്ടുചെടിയാന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇതിങ്ങനെ ചട്ടിയിൽ കൊണ്ട് വളർത്തുമ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് വാങ്ങിക്കാൻ പോയാൽ അറിയാം ഇതിൻ്റെ റേറ്റ്. ഞാൻ ഇതേപോലത്തെ ഒരു ചേമ്പ് തന്നെ വേറൊരു കളറ് വാങ്ങിച്ചിട്ടുണ്ട്, അതിന് 50 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് റോഡരികിൽ നിൽക്കുമ്പോൾ അത്ര വലിയ വില തോന്നില്ല, പക്ഷേ വാങ്ങിക്കാൻ പോകുമ്പോൾ നല്ല വിലയാണ്. നമുക്ക് വിലയില്ലാണ്ട് കാണുന്ന ഓരോ റോഡരികിലും വേലിയരികിലൊക്കെ നിൽക്കുന്ന ചെടികൾക്ക് നല്ല നല്ല പേരുകളും നല്ല നല്ല റേറ്റുകളും ഉണ്ടെന്ന് നമ്മൾ ചെടി വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ ഇതൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴാണ് മനസ്സിലാവുക കേട്ടോ. പിന്നെ ഞാൻ ഇതുവരെയും ചെടി ഒരു ശരിയായ ചെടി നട്ടിട്ടില്ല. പിന്നെ ഈ ചെടിയുടെ പേര് ഞാൻ നോക്കിയില്ല കേട്ടോ. ഇതിലേക്ക് നട്ടു. ഇത് ഞാൻ 2-3 കട അങ്ങനെ മുറിച്ച് അവിടെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ താഴത്ത്. അപ്പോൾ അതങ്ങനെ തന്നെ പറിച്ചുകൊണ്ട് ആ ചെടിച്ചട്ടിയിലേക്ക് ആക്കി. പിന്നെ ഈ മണി പ്ലാന്റ് ഞാൻ കളയാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ നല്ല സെറ്റപ്പായിട്ടിരിക്കുന്നു ആൾ. അപ്പം ഞാൻ അങ്ങനെ കളയാണ്ട് വെച്ച് ഒരു ബക്കറ്റിലാണ് നട്ടത്. അപ്പോൾ അത് അപ്പുറത്തെ ചേട്ടൻ ഒരു ചക്ക കൊണ്ടുവന്നു. ഇന്ന് വൈകുന്നേരത്തെ ഫുഡ് ചക്കയും ബീഫും ആയിക്കോട്ടെ എന്ന് അപ്പം തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. ബീഫ് കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ വേറെ ചെടിച്ചട്ടിയിലേക്ക് ചേട്ടൻ്റെ കുറേ നേരത്തെ ഗുസ്തി മത്സരത്തിനൊടുവിൽ അതിനെ പറിച്ചെടുക്കാൻ പറ്റി. എന്നിട്ടാണ് നമ്മൾ ആ ചട്ടിയിലേക്ക് അതിനെ സ്ഥലം മാറ്റിയിട്ടത്. പിന്നെ അതിൻ്റെ കടയ്ക്ക് കുറച്ചും കൂടിയൊക്കെ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ സെറ്റാക്കി. പിന്നെ ഇതും ബക്കറ്റിലാണ്. അപ്പോൾ ഈ ഉമ്മർത്ത് ഇങ്ങനെ ബക്കറ്റ് അന്ന് നമുക്ക് ചെടിച്ചട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വെറുതെ ഇതിൽ നട്ടു വെച്ചതായിരുന്നു. ഇതും കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പറിച്ചെടുക്കാൻ പറ്റിയത്. പിന്നെ ഈ എപ്പിഷ്യ എന്ന് പറഞ്ഞ ചെടിയൊക്കെ ഞാൻ ഈ ഒരു സൈഡിൽ വെച്ച് അതിനധികം വെള്ളം നനവ് വേണ്ടാന്ന് തോന്നി കേട്ടോ. ഓരോ ചെടികളുടെ സ്വഭാവം നമുക്ക് കുറച്ച് ദിവസം തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ അങ്ങനെ ഇട്ടു. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഒരു മാറ്റം വരുത്തി. നമ്മുടെ പുളിയുടെ കടയ്ക്ക് ഈ കളറുകളുള്ള ചെടികൾ വെച്ചു. അപ്പോഴാണ് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പച്ച കളർ ചെടികളൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത്. അടിയിലും പച്ച മുകളിലും പച്ചയാകുമ്പോൾ അതൊന്നും കാണാൻ പറ്റണില്ല കേട്ടോ. പിന്നെ ചെടികൾ ഇനിയും കുറേ മേക്ക് ഓവർ ചെയ്യാനുണ്ട്. കുറേശ്ശെ ഇങ്ങനെ ഓരോരോ ആഴ്ചകളിലായിട്ട് ചെയ്യാനേ പറ്റുള്ള 2 ചെടിച്ചട്ടി ഞാൻ ഇറയത്തേക്ക് എടുത്ത് വെച്ചു കേട്ടോ. എന്താ വെച്ചാൽ അത് അവിടെ വയ്ക്കാനുള്ളൊരു സ്പേസ് കാണില്ല. പിന്നെ ഇറയെ നന്നായിട്ട് തേച്ച് കഴുകി നിറയെ ഇത്രയും ദിവസം ചെടികളൊക്കെ അവിടെ ഇരുന്ന കാരണം കൊണ്ടേ ആകെ അഴുക്കായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇറയം ഒന്ന് വൃത്തിയാക്കാനോ തുടയ്ക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം മെയിനായിട്ടുള്ള ഈ 2 ചെടിച്ചട്ടികൾ മാത്രം വെച്ച് ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി. പിന്നെ നോക്കിയപ്പോൾ അടിപൊളി മഴ വീണ്ടും വന്നു കേട്ടോ. നല്ല മഴയാണ്. ശബ്ദമൊക്കെ ഞാൻ കളഞ്ഞതാണ്. സൂപ്പർ മഴയാണ്. പിന്നെ ഞാനും ചേട്ടനും കൂടി വന്നിരുന്ന് ചക്ക വെട്ടി. പിന്നെ ചക്ക നന്നാക്കി. വലിയ ചക്കയായിരുന്നു, പക്ഷേ ചക്കയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നുകൊണ്ട് ചില ചെടിച്ചട്ടിയിൽ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കളയാനാണ് ചേട്ടൻ പോയി നിൽക്കുന്നത്. പിന്നെ ഉള്ളിമുളക് കാച്ചി ചക്ക വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉള്ളിമുളകൊക്കെ കാച്ചി ചക്ക എടുത്തു. ചക്ക ഉപ്പേരി തന്നെ കഴിക്കാനും എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ചക്കയും ബീഫും അതും അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക. പിന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ബെൽ ബട്ടൺ അമർത്താനൊക്കെ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെ ശ്രീകുട്ടൻ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ആദ്യം വന്നിട്ടില്ല. ആദ്യം 9 മണിയാവും കേട്ടോ വരുമ്പോൾ. അപ്പം ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി കഴിച്ച് കിടന്നു. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.